ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആറന്മുളയിൽ പുതിയ പദ്ധതിക്കായുള്ള ഫയൽ എല്ലാ വകുപ്പിലും എത്തിയതിന്റെ രേഖകൾ റിപ്പോർട്ടറിന്. പദ്ധതി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എടുക്കാറുള്ള ധനവകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും അഭിപ്രായമെടുത്തു. വ്യവസായ വകുപ്പും പദ്ധതിക്കായി മുന്നോട്ട് പോവുകയാണ്. കൃഷിവകുപ്പ് മാത്രമാണ് ശക്തമായി എതിർത്തത്. കമ്പനിയെ കോബ്രാൻഡ് ചെയ്യാമെന്ന് ടെക്നോ പാർക്ക് സിഇഒയും വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പായ IT വകുപ്പ് തന്നെയാണ് ഫയൽ നീക്കം തുടങ്ങിയത്. പദ്ധതി ഫയൽ നമ്പർ റിപ്പോർട്ടറിന് ലഭിച്ചു. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത്. നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വാർത്തയും വളരെ പ്രധാനപ്പെട്ടതാണ്. ആറന്മുളയിൽ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച ആ സ്ഥലത്ത് മിച്ചം ഭൂമിയിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങാനുള്ള KGS, അത് മറ്റൊരു പേരിലാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. ആ കമ്പനിക്ക് വേണ്ടി IT വകുപ്പ് നീക്കം നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5% ഓഹരിയോടുകൂടി സഹകരിക്കാം എന്ന് പോലും ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചതായിട്ട് അറിയുന്നു. പക്ഷേ അത് നടപ്പിലാക്കിയില്ല. എല്ലാ ഫയലുകളും എല്ലാ വകുപ്പുകളിലും പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? IT വകുപ്പാണോ ഇതിന് മുൻകൈ എടുക്കുന്നത്? TV പ്രസാദ്. ഉറപ്പായും അരുൺ, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് IT വകുപ്പ്. IT വകുപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഫയൽ തുടങ്ങുകയും ചെയ്തത്. 2024 ഈ ഫയൽ തുടങ്ങിയത്. ഫയലിൻ്റെ നമ്പറാണ് നമുക്ക് കിട്ടുകയും ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുകയും ചെയ്യാം അരുൺ. IT വകുപ്പിൽ നിന്നാണ് ഈ ഫയൽ എല്ലാ വകുപ്പുകളിലേക്കും മൂവ് ചെയ്ത്, സാധാരണ നമുക്കറിയാവുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള അവസാന ഘട്ടത്തിലാണ്, അതായത് പദ്ധതിയുടെ മറ്റ് കാര്യങ്ങളെല്ലാം ഒരുങ്ങിയാലാണ് അത് ധനവകുപ്പിലേക്കും നിയമവകുപ്പിലേക്കും പോവുക. എന്നാൽ ഈ 2 വകുപ്പിലേക്കും നേരത്തെ തന്നെ ഫയൽ പോയിട്ടുണ്ടെന്നും ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും അഭിപ്രായം എടുത്തിട്ടുണ്ട് എന്നും തെളിയിക്കുന്ന IT വകുപ്പിൻ്റെ ഇൻറ്റേർണൽ നോട്ടാണ് നമുക്കിന്ന് റിപ്പോർട്ടറിന് ഇന്ന് പുറത്തുവിടാൻ കഴിയുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇതുവരെ പുറത്തു വന്നത് കൃഷി വകുപ്പ് എതിർത്തു എന്നത് മാത്രമാണ്. അതായത് എതിർപ്പുള്ള കൃഷി വകുപ്പിൻ്റെ ഭാഗം മാത്രമാണ് പുറത്തു വന്നതെങ്കിൽ അതിൻ്റെ മുമ്പാകെ ഈ കാര്യങ്ങളെല്ലാം നടന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ. അതായത് 1 വർഷം മുമ്പ് തന്നെ ഫയൽ നീക്കം തുടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിനെ അനുമതിക്ക് വേണ്ട എല്ലാ വകുപ്പുകളിലേക്കും ഇതിനകം പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് കീഴിൽ തന്നെയുള്ള പരിസ്ഥിതി വകുപ്പിലേക്ക് പോയതിൻ്റെ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമല്ല. അത് വരും ദിവസങ്ങളിൽ ലഭ്യമാകും ഉറപ്പായിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പറയേണ്ട 2 വകുപ്പുകളിൽ ഒന്ന് ധനവകുപ്പാണ്, രണ്ടാമത്തേത് നിയമവകുപ്പാണ്. ഇതിൽ 2ലേക്കും പോയിട്ടുണ്ട്. മാത്രമല്ല ടെക്നോ പാർക്ക് സിഇഒയുടെ അഭിപ്രായം വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കേണ്ടതാണ്. ഈ കമ്പനിയെ കോബ്രാൻഡ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും IT പാർക്കുകളിലേക്ക് വലിയ രീതിയിൽ സംരംഭം വരാനൊക്കെ കാരണമാകും എന്ന നിലയിലൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ടെക്നോ പാർക്ക് സിഇഒ ഇതിൽ അഭിപ്രായം കുറിച്ചിരിക്കുന്നത് എന്നും രേഖകളിൽ വ്യക്തമാണ്. ധനവകുപ്പാണെങ്കിൽ ഡീറ്റെയിലായി ഇക്കാര്യം പരിശോധിച്ചു. വ്യവസായ വകുപ്പാണെങ്കിൽ അഭിപ്രായം പറയുന്നത് ഇത് നടപടികൾ പരിശോധിച്ച് വരികയാണ് എന്ന അഭിപ്രായമാണ് പറയുന്നത്. നിയമവകുപ്പും കൃത്യമായ വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്നും അത് മുഴുവൻ പരിശോധിക്കണമെന്നുമുള്ള നിയമോപദേശം നിയമവകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നിയമോപദേശത്തിൻ്റെ ഭാഗമായി ഫയൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് മാത്രമാണ് ശക്തമായ എതിർപ്പുയർത്തിയത്. അത് തണ്ണീർത്തടം നികത്താൻ കഴിയില്ല എന്ന നിലപാടുമായി ബന്ധപ്പെട്ടാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, അങ്ങനെ കൃഷി വകുപ്പ് എതിർപ്പ് ഉയർത്തിയാലും മന്ത്രിസഭയ്ക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെ എതിർപ്പ് ഇല്ലാതാകും എന്നുള്ളത് പല പദ്ധതികളിലും നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ആത്യന്തികമായി തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് കഴിയും എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണണം. അതുകൊണ്ട് നിസ്സാരമല്ല ഈ കാര്യം. KGS ഗ്രൂപ്പ് വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി വലിയ തോതിൽ ശ്രമം നടത്തി. ഇതേ LDF സർക്കാർ തന്നെ അത് നടക്കില്ലെന്ന് പറഞ്ഞ പദ്ധതി അവസാനിപ്പിച്ചു. അതേ KGS ഗ്രൂപ്പാണ് TOFL എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ച് ഇലക്ട്രോണിക് മാനുഫാക്ചർ ക്ലസ്റ്റർ തുടങ്ങാനുള്ള നീക്കം IT വകുപ്പ് വഴി ശ്രമിക്കുന്നത്. IT വകുപ്പാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. KSITL വെറുതെ ഒരു ബോർഡ് യോഗം ചേർന്ന് ഇതിൽ തീരുമാനമെടുത്തതല്ല. ധനവകുപ്പ്, നിയമവകുപ്പ് ഉൾപ്പെടെ ഫയൽ നീങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ബോർഡ് തീരുമാനത്തിലേക്ക് പോയതെന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്ഥിതി കുറച്ച് ഗൗരവമാണ് അരുൺ. തീർച്ചയായിട്ടും അതിന് വിശദീകരണങ്ങൾ വരട്ടെ. അതിന് വ്യവസായ വകുപ്പിന്റെ പ്രതികരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എല്ലാ വകുപ്പുകളിലും ഈ ഫയൽ പോയി എന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്തത്. ടേക്ക് ഓഫ് ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ് KGS ഈ ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തിയത്.